പ്രിൻസിപ്പാളോട് തുടരില്ല, ഞങ്ങൾ അനുവദിക്കില്ല. ഇതൊക്കെ നമ്മൾ കുറെ കണ്ടിട്ടുണ്ട്. ഇനിയിവിടെ നടക്കാൻ പോകുന്ന ഒരു കാര്യം കൂടി പറയണം. 30ഓളം വരുന്ന പെൺകുട്ടികള്, പ്രായപൂർത്തിയാവട്ടെ, 10ാം ക്ലാസ് കഴിഞ്ഞ് പഠിക്കാൻ വന്ന 30ഓളം വരുന്ന പെൺകുട്ടികളെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞൊരു പരാതി കൊടുത്തിട്ട്, ആ പരാതി ഇവര് പാർട്ടി പ്രവർത്തകയായതുകൊണ്ടും ആ പരാതിക്ക് ആരോപിതനായ വ്യക്തി പാർട്ടിക്കാരായതുകൊണ്ടും ആ പരാതി ഇവര് മുട്ടി. പരാതിപ്പെടാനായിട്ട് വിദ്യാർത്ഥികൾ തയ്യാറല്ല. പരാതികളായി വരുന്ന വിദ്യാർത്ഥികളെ സമ്മൗട്ടാക്കുക, പരാതികളായി വരുന്ന വിദ്യാർത്ഥികളെ കണ്ടോണം ഛർപ്പിക്കുക, അറ്റൻഡൻസ് കൊടുക്കാതിരിക്കുക, പരാതികൾ സ്വീകരിക്കാതിരിക്കുക, ചവിട്ടുകൊടുക്കുക. ഈ പരാതി പോലും വാർത്തയായി പുറത്തു വന്നപ്പോഴാണ് പോലീസുകാർ അറിയുന്നത്. 10 മിനിറ്റ് മുമ്പ് ഞങ്ങൾ സംസാരിക്കുമ്പോൾ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത് പോലീസിനെ അറിയിച്ചിട്ടില്ല. ഒരു പോലീസിനെ അറിയിച്ചിട്ടില്ല. ഇവരാരെ സംരക്ഷിച്ചിരിക്കുന്നത്? കുട്ടികളെ 29 പെൺകുട്ടികള്, അതിൽ 10 പേരെ കമ്മീഷൻ മുമ്പ് നേരിട്ട് വരാൻ തയ്യാറാവുന്നുള്ളൂ. സ്റ്റാഫുകള് ഇതെല്ലാം ശരിവെക്കുന്ന സ്റ്റാഫുകള്, ആ സ്റ്റാഫുകൾ 3 പേരെ ഈ മൊഴി തരാൻ തയ്യാറായുള്ളൂ. ബാക്കി സ്റ്റാഫുകൾ ആരെ പേടിക്കുന്ന? എന്തിനാ പേടിക്കുന്ന? ഇവരുടെ കൂടെ നിൽക്കുന്ന, ഇവരുടെ താല്പര്യങ്ങൾക്ക് ഒപ്പം നിൽക്കുന്ന മാഷുമാരെ, അധ്യാപകരെ സംരക്ഷിച്ചുകൊണ്ടുള്ള ഇവിടെ വന്ന് സംസാരം തുടങ്ങിയപ്പോൾ ആദ്യം പറഞ്ഞു ഞങ്ങൾ കംപ്ലൈന്റ് കൈമാറിയിട്ടുണ്ട്. പോലീസുകാർ വന്ന് ഞങ്ങളുടെ മുമ്പിൽ, പ്രിൻസിപ്പാളിന്റെ മുമ്പിൽ വെച്ച് പറഞ്ഞു ഇതുവരെ ഞങ്ങൾക്ക് ഈ കോളേജിന്റെ ഭാഗത്ത് ഒരു കംപ്ലൈന്റ് കിട്ടിയിട്ടില്ലാന്ന്. അപ്പോഴാണ് ഈ പ്രിൻസിപ്പാൾ സംഭവിച്ചത്, കംപ്ലൈന്റ് കിട്ടിയിട്ടില്ലാന്ന്. 30ഓളം വരുന്ന വിദ്യാർത്ഥികളുടെ അലിഗേഷൻ എന്ന് പറയുന്നത് ഹറാസ്മെന്റ് ഒക്കെയാണ്. ബോഡി ഷേമിംഗ്, ഹറാസ്മെന്റ്, പീഡന പരാതി, പോക്സോ അടക്കം വരുന്ന കേസുകളുടെ 30ഓളം വരുന്ന വിദ്യാർത്ഥികളുടെ പരാതി അവർ പൂഴ്ത്തി. പോലീസിന് കൊടുക്കാതെ, കംപ്ലൈന്റ് കൈമാറാതെ കംപ്ലൈന്റ് പൂഴ്ത്തി. ഇവര് തലകറങ്ങി വീഴുക, വയ്യ
ഇല്ലാതാവുക എന്നുള്ള നാടകം ഇവർ കളിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇവര് പ്രതിസ്ഥാനത്താണല്ലോ. സംരക്ഷിക്കുന്ന CPM പാർട്ടി ആയതുകൊണ്ടും CPM പാർട്ടി പ്രവർത്തകയായതുകൊണ്ടും ഈ ആരോപണ വിധേയനായ വ്യക്തി CPM പ്രവർത്തകനായതുകൊണ്ടും ഞങ്ങളുടെ സമരമായി വന്നിട്ടുണ്ടല്ലോ. അപ്പൊ അവർക്കത് ഇപ്പൊ പോലീസിന് പരാതി കൊടുത്താൽ മിനിമം മാന്യത പോലും കാണിക്കാൻ ഇപ്പൊ ഇവർ ചിലപ്പോ തല കറങ്ങി വീഴുമായിരിക്കും, ബോധക്ഷയം വരുമായിരിക്കും. നിങ്ങൾക്ക് ഇപ്പോഴും എടുക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ 10 മിനിറ്റ് മുമ്പ് ഞാൻ പച്ചക്കള്ളാണ് പറഞ്ഞത്. 10 മിനിറ്റ് മുമ്പ് അതിനെ നിങ്ങൾ തുടരാണ്. മനസ്സിലായോ?